നിങ്ങളുടെ വീട്ടിൽ അമ്പഴങ്ങ ഉണ്ടെങ്കിൽ ഈ ഒരു ടേസ്റ്റി ഡ്രിങ്ക് എന്തായാലും ഉണ്ടാക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അമ്പഴങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഇതിനു മുമ്പ് നമ്മൾ പാൽ വെച്ചിട്ട് അമ്പഴങ്ങയും പാൽ വെച്ചിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ച അമ്പഴങ്ങ വെച്ചിട്ടും ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കളർ മാറിയ അമ്പഴങ്ങ വെച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പഴുത്തതൊന്നുമല്ല, ചെനച്ച് തുടങ്ങിയ അമ്പഴങ്ങയാണ് കേട്ടോ ഇത്. ഇതുപോലെ ചെനച്ച അമ്പഴങ്ങ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കായ ഉറച്ച അമ്പഴങ്ങ ആയാലും മതി. അതാകുമ്പം പുളി അല്പം കുറവായിരിക്കുമല്ലോ. അപ്പോൾ 2 അമ്പഴങ്ങയാണ് നമ്മൾ ജ്യൂസ് എടുക്കാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല കഴമ്പുള്ള ബ്ലാത്തി അമ്പഴങ്ങയാണ്. നാടൻ അമ്പഴങ്ങയാണെങ്കിൽ ഇത്രയും കഴമ്പ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കഴമ്പെല്ലാം ഇതുപോലെ ചെത്തിയെടുത്തിട്ട് നമുക്ക് ഇതിലെ കായ എടുത്ത് മാറ്റാം. അപ്പോൾ 2 അമ്പഴങ്ങയുടെയും കഴമ്പെല്ലാം ചെത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ജ്യൂസിന് ആവശ്യമുള്ള 2 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ നാരങ്ങയും അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. നാരങ്ങ തോലിൻ്റെ ആ ടേസ്റ്റും കൂടെ വരുമ്പം പ്രത്യേക സ്വാദായിരിക്കും നമ്മുടെ ജ്യൂസിന്. ഇതപ്പം ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ ഇതിൽ നിന്നെടുത്ത് മാറ്റാം. അമ്പഴങ്ങ നമ്മൾ തോലൊക്കെ കളഞ്ഞെടുത്തുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. താങ്ക്